നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, പ്രത്യേകിച്ചും +2 സൈഡ് എഴുതുന്നവർ. കാരണം ദിവസങ്ങൾ വളരെ കുറവാണ്. പക്ഷേ ഇപ്പം മാത്സ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫെയിലായ ഒരു സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റ് ഫെയിലാകാനുള്ള ഒരു കാരണം ക്വസ്റ്റ്യൻ പാറ്റേണും, ചിലവർക്ക് മാത്സ് പഴയ രീതി പണ്ട് പോലെ ബേസ് ഒന്നും ഇല്ല, അന്നേരം നമുക്ക് പഠിക്കാൻ ഭയങ്കര പാടാണ്. പ്രത്യേകിച്ചും +2 വരുമ്പോൾ ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, ഇങ്ങനൊരു 3-4 ചാപ്റ്ററുകൾ അതികഠിനമാണ്. ഈ ചാപ്റ്ററുകൾ ഒന്നും പഠിക്കാതെ ജയിക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ ഒന്നും ഡിഫറൻസിയേഷൻ പഠിക്കേണ്ട, നിങ്ങൾ ഇൻ്റഗ്രേഷൻ പഠിക്കേണ്ട, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് പഠിക്കേണ്ട, അല്ലെങ്കിൽ ഇൻ്റഗ്രൽസിൻ്റെ ആപ്ലിക്കേഷൻ പഠിക്കേണ്ട. ഇതൊന്നും പഠിക്കാതെ നമുക്ക് ജയിക്കാം എന്നുള്ളതാണ്. എന്നിട്ട് ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം? വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചാപ്റ്ററുണ്ട്. ഇപ്പം നമ്മൾ വളരെ ഷുവർ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. മെട്രിസസ്, ഡിറ്റർമിനൻസ്, അതുപോലെ തന്നെ ലീനിയർ പ്രോഗ്രാമിംഗ്, 3D, അങ്ങനെയുള്ള ചാപ്റ്ററുകൾ മാത്രം പഠിച്ചാൽ പോലും, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ഇപ്പം ഈ പറഞ്ഞ 5 ചാപ്റ്ററുകൾ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് ഒരു 30 മാർക്ക് മിനിമം സ്കോർ ചെയ്യാം, നല്ല രീതിയിൽ പഠിച്ചാൽ. അന്നേരം ഡിഫറൻസിയേഷൻ വേണ്ട, ഇൻ്റഗ്രേഷൻ വേണ്ട, ഈ പറഞ്ഞ ചാപ്റ്ററുകൾ കൃത്യമായിട്ട് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് കൂടെ അതിനകത്ത് കൂട്ടുക. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് മിനിമം നല്ല മാർക്ക് ഈസി ആയിട്ട്, മിനിമം നല്ല മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു 30-36 ഡബിൾ പാസിനടുത്ത് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. 5 ചാപ്റ്റർ നല്ല വൃത്തിയായിട്ട് പഠിച്ചാൽ മതി. അന്നേരം നിങ്ങൾ അങ്ങനെ വേണം ഇനി പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ ഇനി തുടങ്ങി നമുക്ക് പഠിച്ചു തീരത്തില്ല. അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, അത് വളരെ വ്യക്തമാണ്. അന്നേരം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നല്ലപോലെ കംഫർട്ടായിട്ട് പഠിക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് പഠിക്കുന്ന ചാപ്റ്ററുകൾ നല്ല വൃത്തിയായിട്ട് പഠിച്ച് മാക്സിമം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഇതിനകത്തൊക്കെ ചില ചാപ്റ്ററിനകത്തൊക്കെ വളരെ, ഇപ്പം ലീനിയർ പ്രോഗ്രാമിംഗ് ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ് 6 മാർക്ക്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഉറപ്പാക്കണം. അന്നേരം അങ്ങനെ ഉറപ്പിച്ച് പഠിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ. ഓരോ ദിവസവും നമ്മൾ അങ്ങനെയുള്ള ചാപ്റ്ററുകളുടെ പേരുകൾ കൃത്യമായിട്ട് പറയും. നല്ല മാർക്ക് കിട്ടി ജയിക്കട്ടെ, എല്ലാവരും ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.